GST 2.0 ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗരറ്റിൻ്റെയും മറ്റുമൊക്കെ ടാക്സ്, അതായത് പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്തം ടാക്സ് ഒരു 40% ഒരു സിൻ ടാക്സ് കാറ്റഗറിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. അതായത് ആദ്യമൊക്കെ വന്നിരുന്ന ഒരു എസ്റ്റിമേഷനുകളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ സിഗരറ്റ് കമ്പനികൾ, അതായത് ITC പോലെയൊക്കെയുള്ള കമ്പനികൾക്കും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകും എന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു പലരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇത് ഈ തീരുമാനം വന്നതിന് ശേഷം ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ചില മാറ്റങ്ങളായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. ITC, VST ഇൻഡസ്ട്രീസ്, ഗോഡ്ഫ്രേ ഫിലിപ്സ് എന്നീ പറയുന്ന ഓഹരികളൊക്കെ തന്നെ ഇൻട്രാഡേ പരിശോധിക്കുമ്പോൾ 1% മുതൽ ഒരു 4% വരെയുള്ള ഒരു കുതിപ്പ് നടത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഇതിൻ്റെ മറ്റൊക്കെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ കാണാൻ സാധിക്കുക, മുൻപത്തെ ഒരു സിസ്റ്റം പരിശോധിക്കുകയായിരുന്നെങ്കിൽ 28% GST ആയിരുന്നു ഈ ഒരു ടൊബാക്കോ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. കൂടാതെ കോമ്പൻസേഷൻ സെസ്, അങ്ങനെ ടോട്ടൽ MRPയുടെ ഏകദേശം ഒരു 50 മുതൽ 55% വരെ ടാക്സ് വരുമായിരുന്നു. നിലവിൽ ഈ ഒരു മാറിയിരിക്കുന്ന ഈ ഒരു ടാക്സ് സ്ട്രക്ചർ അനുസരിച്ച് ഏകദേശം ഒരു 40% മാത്രമാണ് GST അനുപാതത്തിലുള്ളൊരു ടാക്സ് വരിക. കോമ്പൻസേഷൻ സെസ്സിൻ്റെയും മറ്റും കാര്യത്തിൽ ഇതുവരെ ഗവൺമെൻറ് ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഒരു പ്രൈസിൽ നിന്നും ഇതിൻ്റെയൊക്കെ വില ഏകദേശം ഒരു 5% ഉള്ളൊരു കുറവ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ടൊബാക്കോ പ്രൊഡക്ട്സിനും മറ്റൊക്കെ ഇനി കമ്പനികളുടെയും മറ്റൊക്കെ എഫക്റ്റീവ് ടാക്സ് ഏകദേശം ഒരു 5% കുറയും. ഇങ്ങനെ സ്വാഭാവികമായിട്ടും സംഭവിക്കുമ്പോൾ കമ്പനിക്കുണ്ടാകുന്ന ഒരു നേട്ടമാണ് ഇന്നത്തെ ഈ ഒരു കുതിപ്പിരിപ്പോൾ ITC പരിശോധിക്കുകയാണെങ്കിലും ഗോഡ്ഫ്രേ ഫിലിപ്സിനും മറ്റൊക്കെ ഒരു പിന്തുണ നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്.